ഹലോ. ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് ചിക്കൻ പീസസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വാങ്ങിക്കാൻ കാര്യം എന്താണെന്നറിയോ? ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് എല്ലാം ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഫ്രൈക്കുള്ളതാണ്. അപ്പോൾ ഇത് കാന്താരി വെച്ചിട്ടുള്ള മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് ചിക്കൻ്റെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, അപ്പം കാന്താരി വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചിക്കൻ്റെ വിങ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് സ്കിന്നോട് കൂടിയുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് കുഞ്ഞ് സവാള ഞാൻ പ്രത്യേകം കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാന്താരി, അതേപോലെ മല്ലിയില, പുതിനയില, ഗരം മസാലയിൽ കുരുമുളക് തീരെ കുറച്ച് മതി. അതേപോലെ കശകശ കുറച്ച് കൂടുതലും വേണം. അപ്പം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നാരങ്ങ വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. സവാളയും നാരങ്ങ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരച്ചെടുത്ത മസാല ചിക്കനിലോട്ട് നന്നായിട്ട് പുരട്ടി ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുവാണ്. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരുമൊക്കെ പിഴിഞ്ഞിട്ടാണ് അരപ്പ് പുരട്ടുന്നത്. അപ്പോൾ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒന്ന് വഴറ്റണം. കുറച്ച് വഴറ്റിയാൽ മതി, ഒത്തിരി നിറമൊന്നും മാറണ്ട. കുറച്ച് വഴറ്റി ഉടനെ തന്നെ നമുക്ക് ചിക്കൻ പീസസ് ഒക്കെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കണം. അപ്പം കുറച്ച് ഒരു അര വേവൊക്കെ ആയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കാന്താരിയുടെ എരിവൊക്കെ ഒന്ന് കുറയുകയും ചെയ്യും, ടേസ്റ്റും കൂടും. അപ്പം എരിവ് നന്നായിട്ട് ബാലൻസ് ആവുകയും ചെയ്യും. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഇപ്പം എന്തായാലും പകുതി വെന്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചും കൂടി ഇങ്ങനെ അങ്ങ് വെന്താൽ മതിയാവും. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാം മസാലയൊക്കെ പിടിച്ച് പറ്റിയിട്ടുണ്ട്. വെന്തോന്ന് നോക്കി ഞാൻ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കാന്താരി റെസിപ്പി റെഡി ആയിരിക്കുവാണ്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ബീഫിൽ ചെയ്തിട്ടുണ്ട്, ബീഫ് റോസ്റ്റിങ്ങിന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കുറച്ചുകൂടി വ്യത്യാസമുണ്ട് മസാലയൊക്കെ. ഇത് കാന്താരിയിട്ടുള്ള ചിക്കൻ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയുവാണ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എന്ത് ഫുഡ് കഴിച്ചാലും അഭിപ്രായം പറയും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ സവാളയൊക്കെ തന്നെ ഫ്രൈ ആയിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്